കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ ബി.ജെ.പി. പ്രത്യക്ഷ സമരത്തിലേക്ക്. ഓട ശുചീകരണത്തിന് പോലും കോർപ്പറേഷനിൽ ഫണ്ടില്ല. നികുതി ഇനത്തിൽ കോർപ്പറേഷൻ പിരിച്ചെടുക്കാനുള്ളത് ലക്ഷങ്ങളാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നൽകുന്നില്ല. 50 വർഷം CPM ഭരിച്ച കോർപ്പറേഷൻ അഴിമതിയുടെ ഹബ്ബെന്നാണ് ആരോപണം. കഴിഞ്ഞ 50 വർഷക്കാലമായി കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണം CPMന്റെ കയ്യിലാണ്. അന്നു മുതൽ ഇന്ന് വരെ കോർപ്പറേഷൻ അഴിമതിയുടെ പ്രതിക്കൂട്ടിലാണ്. സ്ത്രീ ശാക്തീകരണത്തിനായി നടപ്പാക്കിയ സൈക്കിൾ പദ്ധതി, കെട്ടിട നമ്പർ ക്രമക്കേട്, ബന്ധുനിയമനം, നിയമനക്കോഴ, ഫണ്ട് തിരിമറി തുടങ്ങി കോർപ്പറേഷനെതിരെ തുടരെ അഴിമതി ആരോപണം ഉയരുകയാണ്. നഗരത്തിലെ വെള്ളക്കെട്ടിന് പോലും പരിഹാരം കാണാൻ കോർപ്പറേഷന് ഈ 50 വർഷക്കാലമായിട്ടും കഴിഞ്ഞിട്ടില്ലെന്നതാണ് മറ്റൊരാരോപണം. ഓട ശുചീകരണത്തിനായി വാർഡ് തലത്തിൽ നൽകേണ്ട തുക നൽകാൻ പോലും കോർപ്പറേഷന്റെ കയ്യിൽ പണമില്ലെന്ന് പറയുമ്പോഴും ലക്ഷങ്ങളാണ് കോർപ്പറേഷൻ നികുതി ഇനത്തിൽ പിരിച്ചെടുക്കാനുള്ളതെന്നാണ് BJPയുടെ ആരോപണം. അമൃത് പദ്ധതിയിലൂടെ ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി പണം കൊടുക്കാൻ കേന്ദ്രം തയ്യാറാകുമ്പോ, മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കേന്ദ്രം പണം കൊടുക്കാൻ തയ്യാറാകുമ്പോ, മലിനജല സംസ്കരണത്തിന് വേണ്ടി പണം കൊടുക്കാൻ തയ്യാറാകുമ്പോ, ഓടകൾ വൃത്തിയാക്കാൻ പണം കൊടുക്കാൻ തയ്യാറാകുമ്പോ, അവസാനത്തെ വീടുകളിലും കുടിവെള്ളം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുമ്പോ, എന്തിനേറെ കുട്ടികൾക്കുള്ള പാർക്ക് വരെ നവീകരിക്കാൻ പണം കൊടുക്കുമ്പോ, ആ പണം വാങ്ങാൻ വേണ്ടി ഒരു പ്രോജക്ട് പോലും കൊടുക്കാത്ത കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. നഗരത്തിലെ കെട്ടിടങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന തീപിടുത്തവും അതിൽ കോർപ്പറേഷന്റെ ജാഗ്രതക്കുറവും പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ കോർപ്പറേഷന്റെ അഴിമതി കഥകൾ ഓരോന്നും പ്രതിപക്ഷ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പടക്കം മൗനം പാലിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷനിലെ അഴിമതി കഥകൾ ഓരോന്നും പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് ശക്തമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് BJPയുടെ നീക്കം. ജനം, കോഴിക്കോട്.